നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാളെ വിഷു ആഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് പൊടിക്കുവാണ്. കാരണം അച്ചമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രനും സച്ചിക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ശ്രുതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ശ്രുതിക്ക് ഒരു ഏക ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മ വന്നു കഴിഞ്ഞാൽ തന്റെ അമ്മായിമ്മയ്ക്ക് നല്ല പണി കൊടുക്കുന്ന ഒരു ചിന്തയായിരുന്നു. പക്ഷെ ചന്ദ്രമതിക്കാണ് 2 ദിവസമായിട്ട് നല്ല മാറ്റമാണല്ലോ. രേവതിയെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുക ചന്ദ്രമതി. അത് മാത്രമല്ല, രേവതി വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. ഇവള് തന്നോട് ചതി ചെയ്തു. അപ്പൊ ഇവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇതേ സമയത്ത് ശ്രുതി ആകപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി തന്റെ അടുത്തേക്ക് വരുന്ന പോലും തടഞ്ഞിരിക്കുകയാണ് അമ്മ. ശ്രുതിയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ശ്രുതിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു പോലും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. ആ സമയത്ത് രേവതിക്ക് സന്തോഷമായിരുന്നു. കാരണം രേവതി ഇതുവരെയായിട്ടും ആ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ഇത്ര സന്തോഷത്തോടുകൂടി രേവതിയോട് ചന്ദ്രമതി സംസാരിച്ചിട്ടില്ല. അപ്പൊ രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അമ്മയുടെ ഈ മാറ്റം. ശ്രദ്ധിച്ചോ, നീ സാധാരണഗതിയിൽ നമ്മൾ എന്ത് വാങ്ങിക്കൊണ്ടേ കൊടുത്താലും അച്ഛനായിരുന്നു സന്തോഷം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് തൃപ്തിയില്ലായിരുന്നു. അമ്മ അത് വാങ്ങാൻ പോലും കൂട്ടാക്കാറില്ലായിരുന്നു. നമ്മൾ വാങ്ങിക്കൊണ്ടേ കൊടുക്കുന്നതെല്ലാം വില കുറഞ്ഞ സാധനങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും താഴ്ത്തി കെട്ടിയാ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് ശ്രദ്ധിച്ചോ? അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു പക്ഷെ അതെ പാർലടുത്തിട്ടുള്ള ദേഷ്യമായിരിക്കും ഇതിന് കാരണം എന്ന് പറഞ്ഞു. ചിലപ്പോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടായി കാണുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛമ്മ എങ്ങോട്ട് വന്നു. കലാവതി അച്ഛമ്മ വന്നിട്ട് ചോദിച്ചു, എന്താടാ രണ്ടുപേരും കൂടെ ഒരു കിന്നാരം പറിച്ചില്ലേ? ഒന്നുമില്ല അച്ഛമ്മയെന്ന് പറഞ്ഞു. അല്ല നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം എന്ന് പറഞ്ഞു. അതെന്താടാ, കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് സച്ചി ആ കാര്യങ്ങളൊക്കെ പറയണേ. അതെ, അത് വലിയൊരു കാര്യം തന്നെയാന്ന് പറഞ്ഞു. ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ പോലും ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നീട് രവീന്ദ്രന്റെ പണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ നീലിമയുടെ കാര്യത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയണോ? ഓഹോ, അപ്പൊ അതാണ് കാര്യമില്ല, വെറുതെ അല്ല. ചന്ദ്രമതിക്ക് എന്താണോ നല്ല ഇടിവെട്ട് പണി തന്നെ അവള് കൊടുത്തല്ലേന്ന് ചോദിച്ചു. അതെ അച്ഛമ്മേ, അപ്പൊ അതിന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ മുമ്പേ പറയുമായിരുന്നു ആരെടുത്ത് തലയിൽ കയറ്റി വെക്കരുത്, എല്ലാവരും ഒരേപോലെ കാണണം. പറഞ്ഞാലിങ്ങനെ തലയിലേക്ക് കേർത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ഇപ്പൊ മോളോട് നല്ല രീതിയിലല്ലേ അവള് സംസാരിക്കുന്നേ? അതെ അച്ഛമ്മേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ, നല്ല സന്തോഷം ഒരു ജീവിതം നിങ്ങക്ക് കിട്ടട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അല്ല നാളെ വിഷു ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സച്ചി പറഞ്ഞു, വിഷു ആയിട്ട് കുറച്ച് പടക്കം പൊട്ടിക്കണം, സദ്യ ഒരുക്കണം, അങ്ങനെയൊക്കെ. എങ്കിയൊരു കാര്യം ചെയ്യേ, രവിയെ കൂടെ വിളിക്കുക, നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രവീന്ദ്രനും ശ്രീകാന്തും പക്ഷെ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി അച്ഛൻ പറഞ്ഞു, അതെ നാളെ നല്ല സദ്യയൊക്കെ ഒരുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതിനെന്താമ്മേ, നമുക്ക് നല്ല അടിപൊളി സദ്യ തന്നെ ഒരുക്കിയേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അച്ഛമ്മയുടെ സ്പെഷ്യല് അവിയലും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ തയ്യാറായിക്കോളാം. രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ എല്ലാരും കൂടെ കൂടി അടുക്കളയിലേക്ക് കയറാം, എല്ലാരും കൂടെ ഒരുമിച്ച് അടുക്കള നിന്ന് സദ്യയൊക്കെ ഒരുക്കി നമുക്ക് വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ വൈകുന്നേരം കിടക്കാൻ പോകുന്ന ഈ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് വിട്ടത് പോലില്ല ചന്ദ്രമതി. ശ്രുതി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, നീ ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ലമ്മേ, ഞാൻ മുറിയിലേക്ക്, തൽക്കാലത്തേക്ക് നീ മുറിയിൽ പോയി കിടക്കണ്ട, ഈ ഹാളിലൊരു പാപിരിച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലമ്മ, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. പിന്നെ അമ്മ വന്നുകൊണ്ട് മാത്രം നിനക്കൊരു ഇത്തിരി ഇളവ് തന്നിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നീ കൂടുതൽ തലയിൽ കയറി നിറങ്ങാൻ ശ്രമിച്ചാണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. അമ്മ ഒന്ന് പോയിക്കോട്ടെ, നിനക്കിട്ടുള്ളത് ഞാൻ പിന്നെ തന്നോളാന്ന് പറഞ്ഞു. നീ എന്നോട് ഈ ചതിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്നെ അത്രമാത്രം ഞാൻ സ്നേഹിച്ച ഒടുവിൽ നീ എനിക്കിട്ട് തന്നെ പണി തന്നില്ലേ, അപ്പൊ പിന്നെ എനിക്ക് നിന്നോട് പഴയതുപോലെ സ്നേഹം കാണിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. പറയുന്ന അങ്ങോട്ട് അനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ടപ്പോ ശ്രുതിക്ക് വിഷമായി. എന്ത് ചെയ്യാൻ പറ്റും, ശ്രുതിയാണെങ്കിലോ അതിനേക്കാളും വലിയ ടെൻഷനിലായിരുന്നു മുറിയില്. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ശ്രുതിയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അമ്മയെ അടുപ്പിക്കില്ല. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമെന്നറിയാം. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ അച്ഛമ്മ രാവിലെ എഴുന്നേറ്റു, രേവതി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറി പോയി വിളക്കെല്ലാം കൊളുത്തി. അപ്പോഴേക്കും അച്ഛമ്മയും കൂടെ എങ്ങോട്ട് വന്നു. അങ്ങനെ വിഷ്കണിയും കാര്യങ്ങളും തലരാത്രി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രേവതി. അച്ഛമ്മ
എല്ലാവർക്കും വിഷ് കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കണിയെ കണ്ടതിന് ശേഷമാണ് അച്ഛമ്മ വിഷ് കൈനീട്ടമൊക്കെ കൊടുക്കുന്നത്. എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എല്ലാ വർഷവും അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വിഷു കൈനീട്ടം മേടിക്കുന്നത്. ഈ വർഷം അങ്ങനെ തന്നെയാണ്. അച്ഛമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു വിഷുദിനം ആട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശംസിച്ചാണ് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നത്. ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും പുറമെ കാണിക്കുന്ന പോലും ഇല്ല. അങ്ങനെ വിഷു കൈനീട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അച്ഛമ്മ ഇനി പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അത് നമുക്ക് വൈകുന്നേരം ആക്കാം. ഇപ്പോഴേ തൽക്കാലത്തേക്ക് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിച്ചു. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ കാപ്പൂടിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് എല്ലാരും സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം. അപ്പം ശ്രീകാന്തും കുക്കാണല്ലോ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അതെ 1-2 കറികളൊക്കെ ഞാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു, എന്റെ സ്പെഷ്യൽ കറികളും കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു, എങ്കിൽ ശരി നീ അത് ചെയ്തോ. പിന്നൊരു കാര്യമുണ്ട്, അമ്മയുടെ സ്പെഷ്യലായിട്ട് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അമ്മ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ അരിഞ്ഞു പെറുക്കിയെല്ലാം ഞങ്ങൾ തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് വിഷുവിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ വന്ന് സച്ചിയോട് പറഞ്ഞു, എടാ സച്ചി, എന്നാലും നിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ കൂടുന്ന സമയത്ത് 1-2 പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ രേവതിയെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കാൻ ശ്രമിക്കും. പക്ഷെ ഈ വിഷുവിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചന്ദ്രമതി രേവതി ചേർത്ത് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം രേവതിയെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിക്കുന്നില്ല. ശ്രുതിയോട് പറയും, എടി ശ്രുതി അതും കെടുത്തേ ഇതും കെടുത്തേന്നൊക്കെ പറയും. രേവതിയോട് പറയും, മോളെ നീ അവിടെ പോയി ഇരുന്നോളാനൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. രേവതിക്ക് അത്ഭുതമായിരുന്നു. ശ്രുതി കേൾക്കാൻ വേണ്ടി ചന്ദ്രമതി ഇത് പറയണേ. കാരണം ചന്ദ്രമതിയുടെ ദേഷ്യം അങ്ങനെയൊക്കെ തീർക്കണമല്ലോ. ആ സമയം സച്ചി പതുക്കെ വന്ന് രേവതിയോട് പറഞ്ഞു, അമ്മ നിന്നെ നന്നായിട്ട് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ആ സമയം രേവതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ, ഞാൻ അന്നൊന്നുമില്ല ഒരേപോലെ തന്നെയാ. അമ്മയ്ക്ക് ഇപ്പൊ ചിലപ്പോ നാളെ മാറ്റം വരായിരിക്കും, പക്ഷെ ഞാനൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അതിൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എപ്പോഴാ അമ്മയുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയത്തില്ല, അറിയാലോ. ചിലപ്പം 2 ദിവസം കഴിയുമ്പത്തേനും അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുമെന്ന് പറഞ്ഞു. രേവതി സാരമില്ല സച്ചേട്ടന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സദ്യയെല്ലാം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് അച്ഛൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആവാന്ന് പറഞ്ഞു. വിഷു ഒക്കെ അല്ലേ, അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ആഘോഷിച്ച് വൈകുന്നേരം പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി മനസ്സിലോർത്തു, അച്ഛമ്മ പോയി കഴിയുമ്പോൾ അമ്മ തന്നോട് പഴയതുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങും. എന്ത് ചേട്ടൻ നടത്തില്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം താൻ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഒടുവിൽ മീരയെ വിളിക്കുന്നുണ്ട്. മീരയെ വിളിച്ച് മീരയോട് കാര്യങ്ങളൊക്കെ പറയാണ്. എടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛമ്മ ഉള്ളതുകൊണ്ടാന്ന് തോന്നേ അമ്മ കൂടുതലൊന്നും പറയാത്തെ. പക്ഷെ അച്ഛമ്മ പോയി കഴിയുമ്പോഴത്തേനും അമ്മയുടെ സ്വഭാവം മാറും തോന്നേ. മീര പറഞ്ഞ്, നീ സങ്കടപ്പെടാതെ ഇരിക്കുക, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം രേവതി സച്ചിയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയുടെ മനമാറ്റത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ പറയണേ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു, സച്ചേട്ടാ എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താഗ്രഹം? അത് എനിക്ക് നീ കാര്യം എന്താച്ചാ പറ, എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി ഒരു അന്താളിപ്പോഴൊരു രേവതിയെ നോക്കണം. സത്യമാണ് നീ പറയണമെന്ന് ചോദിച്ചു. അതെ, എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സച്ചേട്ടാ, എന്താന്നറിയില്ല എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആണോ? അങ്ങനെയാണോ, നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പൊ അടുത്ത വിഷുവിന് ഇവിടെ നമ്മുടെ 2 പേരുടെ ഒരു കുഞ്ഞ് കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതിക്ക് സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.